ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിലെ പേജ് നമ്പർ 73-ലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യുകയും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ 4 നമ്പർ അടങ്ങിയ ഒരു സ്ക്വയർ എടുക്കുക. അതിനുശേഷം നമ്മൾ കലണ്ടർ പ്രോബ്ലം ചെയ്തായിരുന്നല്ലോ, അതേപോലെ തന്നെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ് നമ്പർ വരുന്നതെന്ന് നോക്കണം. അപ്പൊ നമ്മളിവിടെ ആദ്യം എടുക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് 1, 2, 6, 7. ഈ 4 നമ്പർ അടങ്ങിയ സ്ക്വയർ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 1, 2, 6, 7. അപ്പൊ എങ്ങനെയാ ആദ്യം ചെയ്യുന്നത്? ഡയഗണലി മൾട്ടിപ്ലൈ ആണ് അല്ലെ. ഡയഗണലി മൾട്ടിപ്ലൈ ആന്ന് വെച്ചാൽ 1 into 7, 1 into 7, 7. 2 into 6, 2 into 6, 2 into 6 എത്രയാണ്? 12 അല്ലെ. ഇനി ഇതിന്റെ രണ്ടിന്റെ കൂടെ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് 12 minus 7. 12 minus 7 എത്രയാണ്? 5. അടുത്ത നമുക്ക് വേറൊരു സ്ക്വയർ എടുത്ത് നോക്കാം അല്ലെ. ഇവിടെ 7, 8, 12, 13 ഈ 4 നമ്പർ വരുന്ന സ്ക്വയർ ഉണ്ടല്ലോ, അതെടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ആദ്യം ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാം. 7 into 13, 7 into 13 എത്രയാണ്? 91. അതേപോലെ തന്നെ 12 into 8, 12 into 8, 96. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 96 minus 91 എത്രയാണ്? 5 ആണല്ലേ. അടുത്തത് നമുക്ക് ഒരു സ്ക്വയർ ഫോം കൂടെ നോക്കാം അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് 19, 20, 24, 25. ഈ ഒരു സ്ക്വയർ ഫോം വരുന്ന 4 നമ്പേഴ്സ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ 19 into 25, 19 into 25 എത്രയാ? 475. അടുത്ത 24 into 20, 24 into 20 എത്രയാണ്? 480. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കാം. 480 മൈനസ് 475 എത്രയാണ്? 5 ആണല്ലേ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? 4 നമ്പർ അടങ്ങിയ ഏതൊരു സ്ക്വയർ ഫോം എടുത്താലും അതിനെ ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. ഇവിടെ സ്ക്വയർ രൂപത്തിലുള്ള 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 5 കിട്ടാനുള്ള കാരണം നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പോൾ ആദ്യത്തെ നമ്പർ, സ്ക്വയർ ബോക്സിലെ ആദ്യത്തെ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് കൊടുക്കാം അല്ലെ. ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കാം. നമുക്ക് ഇവിടെ എക്സ് എന്ന് കൊടുക്കാം. കലണ്ടറി ചെയ്ത പ്രോബ്ലം ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നോക്കിയേ, എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? ഇതൊരു എക്സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. ഇവിടെ 2 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 ആണല്ലേ. അപ്പൊ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? 1 കൂട്ടണം, എക്സ് പ്ലസ് 1 ആയിരിക്കും. ഇനി അടുത്ത എക്സിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ അല്ലേ. ഇവിടെ 2വിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ ഏതാണ്? 7 ആണ്. കലണ്ടറിന്റെ പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു? ഇവിടെ എക്സ് ആണെങ്കിൽ തൊട്ട് താഴെയുള്ള നമ്പർ എത്രയായിരുന്നു? എക്സ് പ്ലസ് 7 ആയിരുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ് എക്സ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ എക്സ് പ്ലസ് 7 വന്നത്? അതായത് എക്സ് കഴിഞ്ഞിട്ട് 7 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് എക്സിന്റെ താഴെയുള്ള നമ്പർ വന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് എക്സ് പ്ലസ് 7 വന്നത്. അപ്പൊ ഇവിടെ എത്രയാണെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1, 2, 3, 4, 5 അല്ലേ. അതായത് 2 കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ നമ്പറാണ് ഇവിടെ 2ന്റെ താഴെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് നോക്കാമല്ലോ. 2ന്റെ താഴെ ഏത് നമ്പറാണ് കിടക്കുന്നത്? 7 ആണല്ലേ. 2ന്റെ താഴെ 7 ആണെങ്കിൽ 2ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്? 2ന്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്. അപ്പം 2 + 5 ആണ് 7. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ താഴെ ഏത് നമ്പർ ആയിരിക്കും? എക്സ് പ്ലസ് 5 ആയിരിക്കും അല്ലേ. എക്സ് പ്ലസ് 5. അടുത്ത നമ്പർ എത്രയായിരിക്കും? ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് 5 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? എക്സ് പ്ലസ് 6 ആയിരിക്കും. ഇവിടുന്ന് താഴോട്ട് നോക്കുവാണെങ്കിലോ, ഇവിടെ എക്സ് പ്ലസ് 1 ആണല്ലേ. അതിന്റെ കൂടെ 5 കൂടെ കൂട്ടണം. അപ്പൊ എക്സ് പ്ലസ് 1 + 5. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 + 5 കൂട്ടിയാൽ എത്ര കിട്ടും? 6. അപ്പൊ തൊട്ട് താഴെയുള്ള നമ്പർ ഏതാണ്? എക്സ് പ്ലസ് 6. അപ്പൊ നമ്മൾ ഓൾജിബ്രയിൽ പ്രൂവ് ചെയ്യാനായിട്ട് എടുത്ത സ്ക്വയർ ടേബിൾ ഇതാണ്. നമ്മളിവിടെ സ്ക്വയർ രൂപത്തിൽ 4 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എന്താണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6 എത്രയാണ്? 6x. ഇങ്ങനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നോക്കിക്കോ, എക്സ് പ്ലസ് 1 ഇൻറ്റു അടുത്ത എന്താണ്? എക്സ് പ്ലസ് 5. എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 5 പ്ലസ് 5x
1 ഇൻറ്റു എക്സ് പ്ലസ് 1x, 1 ഇൻറ്റു 5 പ്ലസ് 5. ഇനി നമുക്ക് 5x 1x കൂടെ കൂട്ടാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1x എത്രയാണ്? 6x അല്ലയോ? 6x പ്ലസ് 5. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കണം അല്ലേ? ഡിഫറൻസ് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6x. ഇവിടെ മൈനസ് ആയതുകൊണ്ട് രണ്ടാമത്തെ ടേമിന് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ഇത്രയും നമ്മൾ എഴുതി. അതിനുശേഷം എന്താണ്? മൈനസിനെ നമ്മൾ അകത്തോട്ട് കൊടുക്കണം. മൈനസിനെ എക്സ് സ്ക്വയറിന് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയറിൻ്റെ അവിടെ പോസിറ്റീവ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു പോസിറ്റീവ് സംഖ്യയാണ്. അതുകൊണ്ട് മൈനസ് ഇൻറ്റു പോസിറ്റീവ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എക്സ് സ്ക്വയർ ആണല്ലേ? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് തന്നെയാണ്. അടുത്ത എന്താണ്? മൈനസിനെ 6x കൊടുക്കണം അല്ലേ? അതായത് മൈനസ് ഇൻറ്റു പ്ലസ് 6x ആണ്. അവിടെയും എന്താണ്? മൈനസ് ഇൻറ്റു പ്ലസ് ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടും? മൈനസ് 6x എന്ന് കിട്ടും. ഇനി നോക്കിയേ, പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും അല്ലേ? നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ അത്. അതേപോലെ തന്നെ 6x പ്ലസ് 6x മൈനസ് 6x അതും കട്ട് ചെയ്യാമല്ലോ. ബാക്കി ആരുണ്ട്? 5 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 5. അപ്പൊ നമ്മളിവിടെ ഓൾജിബ്ര രീതിയിലും പ്രൂവ് ചെയ്തു. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സ്ക്വയർ രൂപത്തിൽ 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് ആൻസർ? 5 കിട്ടും അല്ലേ? ആദ്യം നമ്മൾ നമ്പർ എടുത്തിട്ടാണ് ചെയ്തത്, പിന്നീട് എന്ത് ചെയ്തു? ബീജഗണിതത്തിലും പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചായിരുന്നല്ലോ. ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ടേബിളിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇതായിരുന്നു ആ ടേബിൾ അല്ലേ? ഈ ടേബിളിൽ നമ്മൾ എന്തുവായിരുന്നു ചെയ്തത്? ഇവിടെ സ്ക്വയറിൽ ഒരു 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡയഗണലി അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് എങ്ങനെ വേണേലും പറയാം, ഡയഗണലി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ? അതിന്റെ ഡിഫറൻസ് എടുക്കണം അല്ലേ? ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര ആയിരുന്നു നമുക്ക് കിട്ടിയത്? 1 ആയിരുന്നു കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ 4 നമ്പേഴ്സ് അല്ല എടുക്കുന്നത്, 9 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ ആണ് എടുക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന 6, 8, 10, 9, 12, 15, 12, 16, 20 ഈ 9 നമ്പേഴ്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ എടുക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയർ ഞാൻ പറഞ്ഞല്ലോ 4 നമ്പേഴ്സ് അല്ല 9 നമ്പേഴ്സ് അടങ്ങിയ ഒരു സ്ക്വയർ ആണ് തന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ് അല്ലേ? ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സ് കണ്ടോ? ആ നമ്പേഴ്സിന്റെ സം എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സ് ഇവിടെ വട്ടം വിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 6ഉം 20ഉം. ഇങ്ങോട്ട് വരുമ്പോഴോ 10ഉം 12ഉം. അപ്പൊ സം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. 6 പ്ലസ് 20, 6 പ്ലസ് 20 എത്രയാണ്? 26 ആണല്ലേ? ഇനി ഇവിടെ ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സോ 12 പ്ലസ് 10, 12 പ്ലസ് 10 എത്രയാണ്? 22 ആണല്ലേ? ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എന്ന് പറയുന്നത് 26 മൈനസ് 22. 26 മൈനസ് 22 എത്രയാണ്? 4. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഓൾജിബ്ര യൂസ് ചെയ്ത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 9 നമ്പേഴ്സ് അടങ്ങിയ ആ സ്ക്വയർ ബോക്സ് നമ്മൾ നേരത്തെ പഠിച്ച ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് നിന്ന് എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ ആ സ്ക്വയർ. കഴിഞ്ഞ ദിവസം നമ്മൾ ജനറലി ചെയ്ത് പറഞ്ഞായിരുന്നല്ലോ, 6 എന്ന് പറയുന്ന നമ്പർ എടുക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തത്? ഇത്രാമത്തെ റോയിൽ ഇത്രാമത്തെ കോളത്തിൽ അല്ലേ? ഇവിടെ ഇപ്പൊ എത്രാമത്തെ റോ ആണ്? ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ. രണ്ടാമത്തെ റോയിലെയാണ് അല്ലയോ? രണ്ടാമത്തെ റോയിൽ. ഇനി നോക്കിയ കോളം എത്രാമത്തെ കോളത്തിലെയാണ്? ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. അപ്പൊ ഇത് മൂന്നാമത്തെ കോളത്തിൽ. അപ്പൊ 3 × 2 ആണ് 6 അല്ലേ? അപ്പൊ രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കോളത്തിൽ നിൽക്കുന്ന ആ നമ്പറാണ് 6. അപ്പൊ ഈ 6നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 × 3 എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എം എന്ന് പറയുന്ന റോസ് എടുത്തായിരുന്നു അല്ലയോ? എമ്മിന് നമുക്ക് 1 കൊടുക്കാം. 1 കൊടുത്താൽ ഒന്നാമത്തെ റോ എന്നാണ് അതിന്റെ അർത്ഥം. എമ്മിന് നമുക്ക് 2 കൊടുത്താൽ രണ്ടാമത്തെ റോ എന്നാണ് അതിന്റെ അർത്ഥം. എമ്മിന് നമ്മൾ 9 എന്ന് കൊടുത്താൽ 9ാമത്തെ റോ എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ കോളത്തിനെ നമ്മൾ എന്തുവായിരുന്നു അവിടെ ഡിനോട്ട് ചെയ്തത്? എൻ എന്നായിരുന്നു അല്ലേ? അപ്പൊ എന്നിന് നമുക്ക് 1 കൊടുത്താൽ ഒന്നാമത്തെ കോളമാണ്. എന്നിന് 5 എന്ന് കൊടുത്താൽ 5ാമത്തെ കോളമാണ്. എന്നിന് 8 എന്ന് കൊടുത്താൽ 8ാമത്തെ കോളമാണ് അല്ലേ? ഇനി നമുക്ക് വേരിയബിളിന്റെ ഫോമിൽ എഴുതണമെങ്കിലോ ഈ 6നെയും 8നെയും 10നെയും ഒക്കെ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ ഇവിടെ 6, 8, 10 എന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് പകരം എന്താണ്? വേരിയബിൾസ് ഉപയോഗിച്ച് കൊടുക്കണം അല്ലേ? ഏതെങ്കിലും 9 നമ്പർ അടങ്ങിയ സ്ക്വയർ ആയിക്കോട്ടെ. ആ 9 നമ്പർ അടങ്ങിയ സ്ക്വയറിന്റെ ആദ്യത്തെ നമ്പറിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം?
ഇവിടെ 6 വന്നപ്പോൾ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 6 വന്നപ്പോൾ എന്തായിരുന്നു? രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെയും കൂടെ നമ്പർ അല്ലേ. അപ്പൊ 2 × 3 ആണ് 6. അപ്പൊ ഇവിടെ ഓൾജിബ്ര യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് mth റോയും nth കോളവുമായിരിക്കും അല്ലേ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? m × n അല്ലേ. m × n എന്ന് പറഞ്ഞാൽ mn. ഇവിടെ 6നെ നമ്മൾ 2 × 3 എന്ന് പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു നമ്പറിന്റെ റോ നമുക്കറിയാം m ആണെന്ന്, കോളം n ആണെന്നും അറിയാം. അപ്പൊ ആ നമ്പറിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? mn എന്ന് കൊടുക്കാം അല്ലേ. ഇനി അടുത്ത നമ്പറോ 6 ഏത് റോയിലാണോ അതേ റോയിൽ തന്നെയാണ് 8ഉം, അതേ റോയിൽ തന്നെയാണ് 10ഉം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നമ്പർ, അതായത് ഇവിടെ വരുന്ന രണ്ടാമത്തെ നമ്പറിന്റെ റോയെ നമുക്ക് എങ്ങനെ കൊടുക്കാം? അവർ ഒരേ വരിയിലാണല്ലേ. ഒരേ വരിയിൽ എന്ന് പറയുമ്പം m റോയാണ് എടുത്തത്. അപ്പൊ m റോ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇനി അടുത്ത കോളം കൊടുക്കണം അല്ലേ. ഇവിടെ n ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും നോക്കാം. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നോക്കിയേ 6 എന്ന് പറയുന്നത് എത്രാമത്തെ കോളമായിരുന്നു? മൂന്നാമത്തെ കോളമായിരുന്നു അല്ലേ. 1, 2, മൂന്നാമത്തെ കോളമായിരുന്നു. 8 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ടുള്ള കോളമാണല്ലേ. 6ന്റെ കോളത്തിലാണോ വരുന്നത് 8? അല്ല, അടുത്ത കോളത്തിലാണ്. 8 എന്ന് പറയുന്നത് 3 കഴിഞ്ഞ്, അതായത് 4ാമത്തെ കോളത്തിലാണല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ പറയാമല്ലോ. nth കോളത്തിലായിരുന്നു ആദ്യത്തെ നമ്പർ. അപ്പൊ ഇനി അടുത്തത് n കഴിഞ്ഞിട്ടുള്ളത്, അതായത് n+1 കോളത്തിലാണ് അടുത്ത നമ്പർ. അപ്പൊ ഇവിടുത്തെ റോയും കോളവും കിട്ടിയല്ലോ. ഇനി അടുത്ത നമ്പറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. അവിടെയും എന്താണ് ഞാൻ പറഞ്ഞല്ലേ, മൂന്നാമത്തെ നമ്പറിനും എന്താണ്? ഒരേ റോയിൽ തന്നെയാണ്. അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ്? m തന്നെയാണ് റോ. കോളത്തിനാണ് വ്യത്യാസം വരുന്നത്. കോളം നോക്കിയേ, ഇവിടെ n ആണെങ്കിൽ ഇവിടെ n+1 ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും? n+2 ആണല്ലേ. മൂന്നാമത്തെ നമ്പറിന്റെ കോളത്തിനെ എന്ത് വിളിക്കാം? n+2 എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് ഏത് നമ്പറാണ് എഴുതേണ്ടത്? mnന്റെ താഴെയുള്ള നമ്പർ അല്ലേ. mnന്റെ താഴെ എന്ന് പറഞ്ഞാല് റോയിൽ വ്യത്യാസം വന്നല്ലേ. ഇവര് മൂന്നുപേരും ഒരേ റോയിലാണ്. mnന്റെ താഴെയുള്ളവർ എന്താണ്? അടുത്ത റോയിലാണ് അല്ലേ. അപ്പൊ റോയെ നമ്മൾ m എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? m കഴിഞ്ഞിട്ടുള്ളത്, m കഴിഞ്ഞിട്ട് ആരാണ്? m+1 ആണല്ലേ. m കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാണ്? m+1 ആണ്. അപ്പൊ ഇനി കോളം നോക്കിയേ, ഇവരെല്ലാവരും ഈ താഴോട്ട് കൊടുത്തേക്കുന്നവരെല്ലാം എന്താണ്? സെയിം കോളത്തിൽ തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ n ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? കോളത്തിന് വ്യത്യാസമല്ല, n തന്നെ ആയിരിക്കും. 6ന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആളാണ് 9 അല്ലേ. 9ന്റെ കോളവും എന്ത് തന്നെയായിരിക്കും? ഈ 3 തന്നെയായിരിക്കും. 6ന്റെ സെയിം കോളത്തിൽ തന്നെയാണ് 9ഉം കിടക്കുന്നത്. അപ്പൊ കോളത്തിന് വ്യത്യാസമില്ല. അപ്പൊ ഇനി ഇവിടുത്തെ നമ്പർ ഒന്ന് നോക്കിയേ, റോയ്ക്ക് വ്യത്യാസം ഉണ്ടോ നോക്കിയേ. റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആണല്ലേ. ഇവിടെ കിടക്കുന്ന നമ്പറും ഇവിടെ കിടക്കുന്ന നമ്പറും എല്ലാം ഒരേ റോയിൽ തന്നെയാണല്ലേ. അപ്പൊ റോയ്ക്ക് വ്യത്യാസമില്ല, m+1 തന്നെയാണ് റോ. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? തൊട്ട് മുകളിൽ കിടക്കുന്ന കോളം എത്രയാണോ അത് തന്നെ അല്ലേ താഴോട്ട് ഇനി വരുന്നവരുടെ എല്ലാം കോളം. അപ്പൊ ഇവിടെ n+1 ആണ് കോളം. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും n+1 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇവിടുത്തെ നമ്പർ നോക്കാം. ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, റോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, m+1 തന്നെയാണ് റോയ്. അപ്പൊ കോളോ നോക്കിയേ, ഈ കിടക്കുന്ന ആളുകളുടെ എല്ലാം കോളം ഒന്നായിരിക്കത്തില്ലയോ. അപ്പൊ എത്രയായിരിക്കും? n+2 ആയിരിക്കും. അപ്പൊ റോ എന്ന് പറയുന്നത് സെയിം ഇത് തന്നെയാണ്, m+1. റോ എന്തായിരിക്കും? n+2. ഇനി അടുത്തതായിട്ട് ഇവിടുത്തെ നമ്പർ നോക്കണം അല്ലേ. ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ റോയ്ക്ക് വ്യത്യാസം ഉണ്ട് അല്ലേ. റോയ്ക്ക് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് m ആണ്, ഇത് m+1 ആണ്. ഇതെന്തായിരിക്കും അന്നേരം? m+1 കഴിഞ്ഞിട്ടുള്ളതാണല്ലേ. എന്താ? m+2 ആയിരിക്കും. കോളം ഇവരുടെ എല്ലാവരുടെയും എന്തായിരിക്കും? n തന്നെ ആയിരിക്കും. അപ്പൊ കോളത്തിന് വ്യത്യാസം ഇല്ല. അടുത്ത ഈ നമ്പർ വരുമ്പോഴോ ഇത് m റോയാണ്, ഇത് m+1 റോയാണ്. ഇവർക്ക് എല്ലാവർക്കും എന്ത് തന്നെയാണ്? m+2 റോയാണ്. അപ്പൊ ഇയാളുടെ റോ തന്നെയാണ്, സെയിം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിൽ തന്നെയാണല്ലേ. അപ്പൊ m+2 ആണ് ഇവിടുത്തെ റോയ്. കോളവോ ഇവിടെ n+1 ആണ്, ഇവിടെ n+1 ആണ്, ഇവിടെയും എന്തായിരിക്കും? n+1 ആയിരിക്കും. ഇവിടുത്തെ ആളെന്ന് പറയുമ്പോൾ റോയ്ക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ല, m+2 ആണ് റോയ്. കോളം എന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കിയാൽ മതി അല്ലേ. n+2 ആണ് ഇവിടുത്തെ കോളം. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിലോട്ടല്ലേ, ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ലൈൻസ് ആണ് റോയ്. കോളം എന്ന് പറഞ്ഞാലോ താഴേക്ക്, വെർട്ടിക്കലായിട്ട് താഴേക്ക് വരുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. ഇത് nth കോളമാണ്, ഇത് n+1 കോളമാണ്, ഇത് n+2 കോളമാണ്. ഇതെന്ന് പറയുന്നത് mth റോയാണ്, ഇത് m+1 റോയാണ്, ഇത് m+2 റോയാണ്. അപ്പൊ ആദ്യത്തെ നമ്പർ എടുക്കുമ്പോൾ mth റോയിലും nth കോളത്തിലുള്ള നമ്പർ ആണ് ആദ്യത്തെ നമ്പർ അല്ലേ. അതുകൊണ്ട് m × n. ഇതോ n+2th കോളമാണ്. അപ്പൊ m × n+2. അപ്പൊ ഈ നമ്പർ m × n+2. അടുത്ത ഇവിടോട്ട് വരുമ്പോഴോ m+2th റോത്താണ് കൊടുത്തേക്കുന്നത്. അപ്പൊ m+2 കോളം എന്താണ്? എന്താണ്. അപ്പൊ m+2 × n. ഇവിടെ റോയ്ക്ക് ചേഞ്ച് ഇല്ല,
കോളത്തിന് മാത്രമേ ഉള്ളൂ ചേഞ്ച് n+2. അടുത്തതായിട്ട് ഈ ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് സമ്മ് ചെയ്യണം അല്ലേ. അപ്പൊ ഈ ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? mn അതേപോലെ തന്നെ m+2 × n+2. ആദ്യം നമുക്ക് അതിനെ ഒന്ന് സമ്മ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? m+2 n+2 എന്ത് ചെയ്യുവാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അപ്പൊ അതിനെ പ്രോഡക്റ്റ് ആക്കാം. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ ഇപ്പൊ +2 വെച്ചിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് അല്ലേ. ഒന്നാമത്തെ ക്ലാസ് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? x+2 × y+2 ആണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? xy +2 × x+y +2² എന്നല്ലായിരുന്നോ? അപ്പോൾ ആ ഫോമിൽ നമുക്ക് എഴുതാം. = mn നമുക്ക് mn എന്ന് എഴുതാം. പ്ലസ് ഇവിടെ x+2 y+2 ആണെങ്കിൽ m × n പ്ലസ് 2 × ആരൊക്കെയാണ്? 2 × m+n ആണ്. x+y ആണ്. അപ്പം 2 × m+n പ്ലസ് 2² എന്ന് പറഞ്ഞാൽ 4. അടുത്ത സ്റ്റെപ്പിൽ mn ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം. ഇനി എന്താണ്? 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ അല്ലേ. 2 × m 2m പ്ലസ് 2 × n 2n പ്ലസ് 4. 2ന്റെ സ്ക്വയർ 4. mn പ്ലസ് mn എന്താണ്? 2mn അല്ലേ. 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4. അപ്പൊ നമുക്ക് ഡയഗണലിൽ കിടക്കുന്ന ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടിയപ്പോൾ ഇതാണ് കിട്ടിയത് അല്ലേ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഡയഗണലിൽ കിടക്കുന്ന ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടി വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കൂട്ടാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെയും ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n × m അല്ലെങ്കിൽ m × n എന്താണ്? mn ആണ് അല്ലേ. പ്ലസ് 2 × n 2n നടുക്കത്തെ പ്ലസ് സൈൻ കൊടുക്കുക. m × n വീണ്ടും mn പ്ലസ് m × 2 എന്താണ്? 2m. ഇതിനെ ചെയ്യുമ്പോൾ എന്താണ്? mn പ്ലസ് mn എന്താണ്? 2mn പ്ലസ് 2n പ്ലസ് 2m അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഈ കിട്ടിയ രണ്ട് സമ്മിന്റെയും കൂടെ ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ. ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടുമോ നോക്കാം. 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4 മൈനസ് അടുത്ത ഇത്രയും ടേംസ് ഉണ്ട്. ഈ ടേംസിനെ എല്ലാം കൂടെ നമുക്ക് ബ്രാക്കറ്റിലിടാം. 2mn പ്ലസ് 2n പ്ലസ് 2m. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ. = 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4. ഇത്രയും ടേംസ് നമ്മൾ എഴുതി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. മൈനസ് ഇവിടെ എന്തായിരിക്കും? മൈനസ് എന്താ? 2mn മൈനസ് വന്ന് എന്താണെന്ന് അറിയാലോ. മൈനസ് അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ്? പോസിറ്റീവ് സംഖ്യയാണ് 2mn. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 2mn. ഇനി അടുത്ത എന്താണ്? ഇവിടെ വീണ്ടും നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നു. വീണ്ടും എന്ത് തന്നെയാണ്? -2n. പിന്നെയും നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നു. വീണ്ടും എന്താണ്? -2m. ഇനി നോക്കിയേ, 2mn പ്ലസ്സും ഉണ്ട് 2mn മൈനസും ഉണ്ട് അല്ലേ. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. 2m പ്ലസ്സും ഉണ്ട് 2m മൈനസും ഉണ്ട്. വീണ്ടും ക്യാൻസൽ ചെയ്തു. +2n ഉണ്ട് -2n ഉണ്ട്. അതും ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എന്തേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്തായിരുന്നു ചെയ്തത്? ഇതുപോലെ 9 നമ്പേഴ്സ് അടങ്ങിയ ഒരു സ്ക്വയർ ബോക്സ് എടുത്തു. എന്നിട്ട് അതിന്റെ ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സിന്റെ സം എടുത്തിട്ട് അതിനെ രണ്ടിനെയും കൂടെ മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. നമ്മൾ കഴിഞ്ഞ പാർട്ടിനകത്തിൽ 4 നമ്പേഴ്സ് അടങ്ങിയ ഒരു സ്ക്വയർ ബോക്സ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തായിരുന്നു അല്ലേ. അപ്പൊ ഇതേപോലെ ചെയ്തപ്പോൾ അവിടെ എന്തായിരുന്നു ആൻസർ കിട്ടിയത്? 1 ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 16 നമ്പേഴ്സ് അടങ്ങിയ സ്ക്വയർ ബോക്സ് ഇതേപോലെ എടുത്തിട്ട് ഡയഗണലിലെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ രണ്ട് റിസൾട്ടിന്റെയും കൂടെ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ഇപ്പൊ നമ്മൾ 9 നമ്പേഴ്സ് ആയിരുന്നു എടുത്തത് അല്ലേ. 9 നമ്പേഴ്സ് എടുത്തു. പക്ഷെ നമുക്ക് ഇതിനകത്തിൽ ആവശ്യമായിട്ട് വന്നത് ഏതൊക്കെ നമ്പർ ആയിരുന്നു? ഡയഗണലിൽ കിടക്കുന്ന ഈ 4 നമ്പേഴ്സ് മാത്രമാണ് വന്നത് അല്ലേ. ഇവിടെ ഇപ്പൊ നമ്മൾ 9 നമ്പേഴ്സ് എഴുതി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അടുത്ത ക്വസ്റ്റിനിൽ നമ്മൾ 16 നമ്പേഴ്സ് എഴുതുന്നില്ല. പിന്നെ എത്ര എഴുതുന്നുള്ളൂ? ഈ ഡയഗണലിൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം ഇനി. അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള 16 നമ്പേഴ്സ് അടങ്ങിയ ഒരു സ്ക്വയർ ബോക്സ് എടുക്കാം അല്ലെ. 16 നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോയും കോളവും എത്ര എണ്ണം വീതം വരും? 4 എണ്ണം വീതം വരും അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഇതാണ് എടുക്കുന്നത്. 5, 10, 15, 20. താഴേക്ക് 4 എണ്ണം അല്ലേ. ഈ ഒരു സ്ക്വയർ ബോക്സ് എടുക്കുന്നത്. ഇവിടെ 16 നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആയിരുന്നു വേണ്ടത്? ഡയഗണലിൽ കിടക്കുന്ന നമ്പേഴ്സ് ആണല്ലേ. അപ്പൊ ഇവിടെ 5 ഉണ്ട്, 32 ഉണ്ട് അല്ലേ. ഇനി ഈ ഡയഗണൽ നോക്കുവാണെങ്കിലോ 8ഉം 20ഉം.
ഇവിടെ ഞാൻ ഡയഗണലി കിടക്കുന്ന നമ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഇവിടെ 16 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിന് ഡയഗണലി കിടക്കുന്ന നമ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 + 32 എത്രയാണ്? 32 + 5 37 ആണല്ലേ. അതേപോലെ തന്നെ 20 + 8 20 + 8 28 ആണ്. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കിയേ, 37 - 28 എത്രയാണ്? 9 ആണ്. അപ്പൊ ഇതേപോലെ 16 നമ്പർ അടങ്ങുന്ന ഏതൊരു സ്ക്വയർ ബോക്സ് എടുത്താലും അതിന്റെ ഡയഗണലി കിടക്കുന്ന നമ്പേഴ്സിനെ കൂട്ടിയിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്താൽ 9 കിട്ടുമെന്ന് നമുക്ക് ഇനി എങ്ങനെ നോക്കാം? ഓൾജിബ്ര യൂസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ വേരിയബിൾ ആയിട്ട് ആരെ എടുക്കുന്നത്? nth റോയും nth കോളത്തിലും കിടക്കുന്നതായോണ്ട് ഒന്നാമത്തെ വേരിയബിൾ ആരാണ്? m × n ആണല്ലേ. അപ്പൊ ഇനി അടുത്ത നമ്പർ ഏതാ നമ്മൾ എടുക്കുന്നത്? ഇവിടെ കിടക്കുന്ന നമ്പർ ആണല്ലേ. ഈ നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ റോയും കോളവും വേണമല്ലോ. റോ ഏതാ നോക്കിയേ, mn കിടന്ന അതേ റോയിൽ തന്നെയാണ് ഈ നമ്പർ കിടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ റോ ഏതായിരുന്നു? m ആയിരുന്നല്ലേ. അപ്പൊ ഇവിടെയും എന്ത് തന്നെയായിരിക്കും റോയും? m തന്നെയായിരിക്കും റോയും. കോളത്തിന് വ്യത്യാസം ഉണ്ടോ നോക്കിയേ. mn കിടന്ന അതേ കോളം തന്നെയാണോ ഈ സംഖ്യയും കിടക്കുന്നത്? mn കഴിഞ്ഞിട്ട് 2 കോളം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ നമ്പർ കിടക്കുന്നത് അല്ലേ. ഇവിടുത്തെ കോളം ഏതായിരുന്നു? n ആയിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്തെ കോളം n+1. ഇവിടോ n+2. ഇവിടെ അപ്പോൾ ഏതായിരിക്കും കോളം? n+3. അപ്പൊ ഈ നമ്പറിന്റെ കോളം ഏതാണ്? n+3. അപ്പൊ ആ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. m × n+3 ആണ് ഈ നമ്പർ. ഇനി അടുത്ത ഏതാണ്? ഇവിടെ കിടക്കുന്ന നമ്പർ ആണല്ലേ. ഈ നമ്പർ ഒന്ന് നോക്കിയേ. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? ആദ്യം കിടന്ന mn ഉണ്ടല്ലോ, അതിന്റെ സെയിം റോ ആണോ ഈ നമ്പർ? അല്ല, 2 റോയും കൂടെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റോയിലാണ് ഈ കിടക്കുന്നത് അല്ലേ. അപ്പൊ റോ ഏതായിരിക്കും? ഇത് mth റോ ആണ്, ഇത് m+1 റോ ആണ്, ഇത് m+2 ആണ്, ഇത് m+3 ആണ്. അപ്പൊ റോ ഏതാണ്? m+3 ആണ്. റോ m+3 ആണ്. കോളമോ? mn കിടന്ന അതേ കോളത്തിൽ തന്നെയാണ് അല്ലേ. അപ്പൊ mnന്റെ കോളം ഏതായിരുന്നു? n. അപ്പൊ അതേ കോളം തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ കോളവും എത്രയാണ്? n ആണ്. ഈ നമ്പർ നോക്കിയാൽ എന്താണ്? ഇവിടെ കൊടുത്തേക്കുന്നത്, അതായത് m+3 × n കിടന്ന അതേ റോയിൽ തന്നെയാണ് ആര് കിടക്കുന്നത്? ഈ നമ്പർ കിടക്കുന്നത്. അപ്പൊ റോ എത്രയായിരിക്കും? m+3 ആയിരിക്കും ഇവിടുത്തെ റോയ്. കോളം ഏതാണ്? കോളം കണ്ട് ഈ നമ്പർ കിടക്കുന്ന സെയിം കോളമാണ് അല്ലേ. അപ്പം n+3 ആണ് ഇയാളുടെ കോളം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 4 നമ്പർ എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡയഗണലി കിടക്കുന്ന നമ്പർ ആണല്ലേ. ഇനി ഇവരെ തമ്മിൽ അങ്ങ് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് ആ റിസൾട്ടിനെ കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇനി നമുക്ക് ഡയഗണലി ആഡ് ചെയ്യാം, സം ചെയ്യാം. അപ്പൊ നോക്കി, mn പ്ലസ് ഇതാണല്ലേ, പ്ലസ് m+3 × n+3. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും അല്ലേ. നോക്കാം, ഇവിടെ രണ്ടിടത്തും എന്താണ്? +3 വെച്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഫോം? ഈ mn ഞാൻ താത്തിറക്കി. mn പ്ലസ് നമുക്കറിയാം x+3 × y+3 എന്താണ് ഫോം? x y പ്ലസ് 3 × x+y പ്ലസ് 3² എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. mn പ്ലസ് അടുത്ത എന്താ? 3 × m+n അല്ലേ. m+n പ്ലസ് എന്താണ്? 3² ആണല്ലേ. 3² എന്താണ്? 9 ആണ്. അപ്പം നോക്കിയേ, mn mn കൂടെ കൂട്ടുമ്പോൾ 2mn പ്ലസ് ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 3 × m എന്ന് പറഞ്ഞാൽ 3m പ്ലസ് 3 × n 3n പ്ലസ് 9 അല്ലേ. പിന്നെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങനെ നിൽക്കട്ടെ. അടുത്തത് ഈ ഡയഗണലിലുള്ള നമ്പേഴ്സ് രണ്ടും കൂടെ എടുക്കാം. ഇതിനെ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം അല്ലേ. ബ്രാക്കറ്റിനകത്തോട്ട് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. m × n എന്താണ്? mn പ്ലസ് 3 × n 3 × n 3n നടുക്കുള്ള സൈൻ പ്ലസ് അടുത്ത എന്താണ്? m × n mn പ്ലസ് m × 3 3m. ഇനി mn mn കൂടെ കൂട്ടാം അല്ലേ. 2mn പ്ലസ് 3n പ്ലസ് 3m. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ കിട്ടിയ റിസൾട്ടിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യണം? അതിന്റെ ഡിഫറൻസ് എടുക്കണം. ഇവിടെ നോക്കിയേ, 2mn രണ്ടിടത്തും ഉണ്ട്, 3m രണ്ടിടത്തും ഉണ്ട്, 3n രണ്ടിടത്തും ഉണ്ട്. ഏത് നമ്പർ എക്സ്ട്രാ ആയിട്ട് വരുന്നത്? 9 അല്ലേ. ഡിഫറൻസ് എടുക്കുമ്പോൾ ബാക്കിയെല്ലാം കട്ടായി പോവല്ലോ. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആദ്യം എത്ര നമ്പർ അടങ്ങുന്ന ഒരു സ്ക്വയർ ബോക്സ് ആയിരുന്നു എടുത്തത്? 4 നമ്പർ അടങ്ങുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയായിരുന്നു കിട്ടിയത്? 4 നമ്പർ അടങ്ങുന്ന സ്ക്വയർ ബോക്സ് എടുത്തപ്പോൾ 1 കിട്ടി. അതിന്റെ ഡിഫറൻസ് 1 കിട്ടി. പിന്നീട് 9 നമ്പർ അടങ്ങുന്നതാണ് എടുത്തത് അല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 9 നമ്പറിന്റെ സ്ക്വയർ ബോക്സ് എടുത്തപ്പോൾ നമുക്ക് ഡിഫറൻസ് 4 കിട്ടി.
ഇപ്പം നമ്മൾ എത്ര എണ്ണം എടുത്തത്? 16 നമ്പർ അടങ്ങുന്നതാണ് എടുത്തത് അല്ലേ? 16 നമ്പർ എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 9 എന്നാണ് ഡിഫറൻസ് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുവാണെങ്കിൽ അടുത്ത സ്ക്വയർ ബോക്സ് എത്ര നമ്പർ അടങ്ങുന്നതായിരിക്കും? 25 നമ്പർ അടങ്ങുന്നതാണ് അല്ലേ? അതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും കിട്ടുന്നത്? നമുക്ക് ഊഹിച്ച് പറയാമല്ലോ. എത്രയായിരിക്കും? 16 എന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും ഷെയറും ഒക്കെ ആവശ്യമാണ്. എല്ലാവർക്കും അപ്പോൾ താങ്ക്